ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്പ് ആയിട്ടാണ്. നമ്മുടെ വീട്ടില് നമ്മുടെ അടുക്കള അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് എങ്ങനെ നമുക്ക് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു ഇതിന് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ വർക്ക് ടോപ്പൊക്കെ എങ്ങനെയാണ് നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റുക. അപ്പൊ അതിന് വേണ്ടുന്ന കൊച്ചു കൊച്ചു ടിപ്സ് എന്തൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കാണാം. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും കിച്ചണിൽ രണ്ട് തുണികൾ വെക്കണം. ഒന്ന് കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ വർക്ക് ടോപ്പ് തുടയ്ക്കാൻ വേണ്ടി മാത്രം ഒരു തുണിയും, അതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ ഭാഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം വേറൊരു തുണിയും. എങ്കിലാണ് നമുക്ക് എപ്പോഴും കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല സ്മെല്ലോടും കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ ഈ ഒരു പാത്രങ്ങളൊക്കെ കഴുകുന്ന അവിടെ എപ്പോഴും വെള്ളം നനഞ്ഞും അതുപോലെ നമ്മൾ പാത്രം കഴുകിയതിൻ്റെ വേസ്റ്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ അധികവും നമ്മൾ തുണിയൊക്കെ കഴുകി തുണി വെള്ളം തുടച്ച് വൃത്തിയാക്കുന്നത്. അപ്പോൾ ആ തുണി ആ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് മാത്രം തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതുപോലെയുള്ള നമ്മുടെ മറ്റുള്ള കിച്ചൺ ഏരിയ, അതായത് കൗണ്ടർ ടോപ്പ് ഏരിയ, നമുക്ക് അതിന് വേണ്ടി വേറൊരു തുണി മാറ്റി വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു നീല തുണിയാണ് ഞാൻ ഈ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. രണ്ടും കൂടെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും അടുക്കളയിൽ ചെയ്യുന്ന തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ ഒരു തുണി തന്നെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും അതുപോലെ പാത്രങ്ങൾ കഴുകിയിട്ടുള്ള സിങ്കിൻ്റെ ഭാഗമൊക്കെ തുടയ്ക്കാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇത് കഴുകേണ്ട കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് 2 ദിവസം കൂടുമ്പോൾ ഈ 2 തുണികളും നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകുന്നത്, ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് മുക്കി എടുത്ത് ഒരു അല്പസമയം, ഒരു 5-10 മിനിറ്റ് മുക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അതിന് സമയമില്ല, അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളിത് വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ സാധാരണ അലക്കുന്നത് പോലെ തുണി അലക്കി വെയിലത്ത് തന്നെ ഉണക്കിയെടുക്കാൻ നോക്കണം. എങ്കിലാണ് അതിലുള്ള അണുക്കളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ പോകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടിപ്പ്. 2 തുണികൾ നമ്മൾ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും സിങ്കിൻ്റെ സ്ഥലത്ത് തുടയ്ക്കാനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ സിങ്കിനകത്തുള്ള പാത്രങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് അന്നേരം തന്നെ കഴുകി വെക്കാം. ഒരിക്കലും അത് കൂട്ടി വെച്ച് നമ്മുടെ ആ ഒരു സിങ്കിൻ്റെ ഒരു പരിസരം നമുക്ക് വൃത്തികേടാക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം അത് ഇച്ചിരി ഒരു മടിയുള്ള കാര്യമൊക്കെയാണ് വീട്ടമ്മമാർക്ക്. നമുക്ക് എപ്പോഴും ഇങ്ങനെ സിങ്കിൻ്റെ അവിടെ നിന്നുകൊണ്ട് കഴുകിയെടുക്കാൻ പറ്റില്ല, എപ്പോഴും കഴുകിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചുമ്മാ ന്യായങ്ങൾ മാത്രമാണ്. അപ്പോൾ പറ്റുന്ന പോലെ ഒരിക്കലും കൂട്ടിയിടാതെ, കാരണം ഈ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഈ ഒരു സിങ്കിനകത്ത് നിൽക്കുന്നത് നമ്മുടെ കിച്ചണിലൊക്കെ എപ്പോഴും ഒരു ചീത്ത മണം വന്നുകൊണ്ടേയിരിക്കും. നമ്മളത് അറിയുന്നില്ല. നമ്മൾ കിച്ചണിൽ അകത്ത് തന്നെ ആയിരിക്കുന്നത് കൊണ്ട് നമുക്കത് ശ്രദ്ധിക്കാനൊട്ട് നേരമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും കംപ്ലയിൻറ്റ് പറയും ചെയ്യും, അയ്യോ നമ്മൾ കിച്ചണിൽ വരുമ്പോൾ എന്താ ഇത്രയും മണം, അല്ലെങ്കിൽ എന്താ ഒരു സുഖമില്ലല്ലോ, കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ ഈ 2 കാരണത്തിൻ്റെ മെയിൻ ഒരാളാണ് നമ്മുടെ ഈ നമ്മൾ പാത്രങ്ങൾ അന്നേരം കഴുകി വെക്കാത്തത്. നമ്മുടെ ആ കൊച്ചു മടിയായിരിക്കും, പക്ഷെ അതൊരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതിലത്തെ വെള്ളം വാർന്ന് കഴിഞ്ഞ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഉടനടി അത് ആ വാർന്ന വെള്ളം എല്ലാം എടുത്ത് നമുക്കതൊന്ന് ഒരു ഫൈബർ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തുണി ഇതിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ തുണി വെച്ചിട്ട് തുടച്ചിട്ട് നമുക്ക് അതാത് സ്ഥലത്ത് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം വാർന്ന് പോകാൻ വേണ്ടി കുറേ സമയം എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാത്രങ്ങൾ ഇങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്നത് കാണുമ്പോഴും, അത് കഴുകിയതാണെങ്കിൽ പോലും ഒത്തിരി പാത്രങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ കയറി വരാനേ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാനും അടുക്കള എപ്പോഴും നല്ല ടൈഡി ആയിട്ട് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പാത്രങ്ങളൊക്കെ അന്നേരം കഴുകി ആ വെള്ളം ഉടനെ തന്നെ പാത്രത്തിലെ വെള്ളമെല്ലാം ഒന്ന് തുണി കൊണ്ട് തുടച്ച് നമുക്ക് അതാത് സ്ഥലത്ത് വെക്കാനായിട്ട് നോക്കാം. ഇനി അടുത്ത കാര്യമാണ് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലുള്ള ഒരു മെയിൻ ഒരു സംഭവമായിരിക്കും നമ്മുടെ ഈ ഒരു സ്പഞ്ച് അല്ലെങ്കിൽ സ്ക്രബ്ബർ. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ എന്നും ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ഉണ്ടാകുന്നതും അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചീത്ത മണങ്ങളൊക്കെ വരുന്നത് അതിനകത്തുനിന്നാണ്. കാരണം നമ്മൾ അതാണ് ആഴ്ചകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ സ്ക്രബ്ബർ. അപ്പോൾ അത് നമ്മൾ എന്നും രാത്രി ക്ലീൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിലത്തെ ആ സ്മെല്ലൊന്ന് കളയാൻ പറ്റത്തുള്ളൂ.
അല്ലെങ്കിൽ എപ്പോഴും ഒരു ഫൗൾ സ്മെൽ, ഒരു ചീത്ത സ്മെൽ അതിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അടുക്കളയിൽ വരുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അടുക്കളയിൽ എന്താ ഒരു ചീത്ത മണം വരുന്നുണ്ടോ എന്നുള്ളത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളാണ് ഈ പറയുന്ന സ്പഞ്ച്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് എന്നും ശ്രദ്ധിക്കുക, അതിങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതൊരു ബൗളിന് പകരം സാധാരണ സ്റ്റീൽ പാത്രമാണെങ്കിൽ എടുക്കാം, പക്ഷെ ഒരു കുഴിയുള്ള ഒരു പാത്രം എടുക്കണം. പിന്നെ അതാ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്പഞ്ച്, ഇത് ഞാൻ ഒരാഴ്ച മുന്നേ മേടിച്ചൊരു സ്പഞ്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കിക്കുക, നമ്മൾ പാത്രങ്ങൾ കഴുകി ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന് ഇത്രയും മാറ്റം വന്നു. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഇത് ഇത്രയും ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത് ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് ഇത്രയ്ക്കായി എന്നുള്ളത്. ഇതാണ് നമ്മൾ ഒരു മാസം വരെയൊക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ പാത്രത്തിനകത്തോട്ട് ഈ ഒരു സ്പഞ്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം, ഞാനിവിടെ വെള്ളം കെറ്റിലാണ് ചൂടാക്കിയത്. അപ്പോൾ നമുക്ക് കെറ്റിലില്ലാത്തവർക്ക് സാധാരണ നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച ചൂടോടുകൂടെ തന്നെ ഇതിനകത്തോട്ട് ഒഴിക്കണം. പിന്നെ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള വിനാഗിരി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിനാഗിരി ഇതിനകത്തുള്ള ബാക്ടീരിയാസിനൊക്കെ കില്ല് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ ചീത്ത മണങ്ങളൊക്കെ വലിച്ചെടുക്കാനൊക്കെ വിനാഗിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ചൂടുവെള്ളം നമുക്കറിയാം, എല്ലാ ബാക്ടീരിയാസൊക്കെ ഈ ചൂടുവെള്ളത്തിൽ അങ്ങ് ചത്തുപൊക്കോളും, അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നത്. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂണോളമുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ ഉപ്പ്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് കണ്ടോ, ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു രാത്രി മുഴുവൻ വെക്കാൻ നോക്കണം. നമ്മൾ രാത്രി പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് പകലൊക്കെയാണ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 3-4 മണിക്കൂർ വെച്ചാലും മതി. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം ഒന്ന് മുക്കി വെക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു, വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ വെള്ളത്തിൻ്റെ ഒരു നിറം നോക്കിക്കേ എങ്ങനെ ഇരുന്നിരുന്നതാണ്. ഞാൻ മുക്കി വെക്കുമ്പോൾ നല്ല പ്ലെയിൻ വാട്ടർ ആയിരുന്നു, നല്ല വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ ആ വെള്ളമൊക്കെ കണ്ടോ, ഈ ആകെ ഒരു ചെളി പിടിച്ച പോലെയും അതുപോലെ തന്നെ ഇതിനകത്തുള്ള അഴുക്കൊക്കെ അതിനകത്ത് പോയിട്ടുമുണ്ട്. കുഞ്ഞ് ഈ എന്തെങ്കിലും ഭക്ഷണമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിനകത്ത് വീണോളൂ കേട്ടോ. ഇനി ഇതാ നല്ലതുപോലെ ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴുകുന്നില്ല, ഞാൻ ഇത് ഒന്ന് നേരെ തന്നെ ഉണക്കാൻ വെക്കുകയാണ് നല്ലതുപോലെ. ഇനിയിപ്പോൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകി കളഞ്ഞ് അതിൻ്റെ ആ ചൂടുവെള്ളത്തിൻ്റെ ഒരു ഇത് കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്പോഞ്ചും അതുപോലെ സ്ക്രബ്ബറും ഒക്കെ ഇതുപോലെ എല്ലാ ദിവസവും രാത്രി ഒന്ന് വൃത്തിയാക്കാൻ നോക്കുക. ഇനി അടുത്തൊരു കാര്യമാണ്, നമ്മളെപ്പോഴും നമ്മുടെ കൗണ്ടർ ടോപ്പിനകത്ത് നമ്മുടെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാത്രം, അത് ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ പാത്രത്തിൽ തന്നെ വെക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. എപ്പോഴും ആ ഒരു ശീലം അങ്ങ് മാറ്റുക. എന്നിട്ട് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിന് കുഞ്ഞു പാത്രങ്ങൾക്ക് അകത്തോട്ട് അല്ലെങ്കിൽ കുഞ്ഞ് കണ്ടെയ്നറിനകത്തോട്ടൊക്കെ നമുക്ക് ഈ കറികൾ മാറ്റി വയ്ക്കാം. അന്നേരം നമ്മുടെ ആ വലിയ പാത്രങ്ങൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ അത് വലിയ പാത്രമായിരിക്കാം, ആ പാത്രത്തിൽ തന്നെ നമ്മൾ കറി അങ്ങ് ഒരു ദിവസം അല്ലെങ്കിൽ ആ രാവിലെ വെച്ചിട്ടുള്ള കറി നമ്മൾ വൈകുന്നേരം വരെ വെച്ച് വെക്കും. അങ്ങനെ വെക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന കറി അന്നേരം തന്നെ ചൂടാറിയതിന് ശേഷം ഇതുപോലത്തെ ഉള്ള ഓരോ കോപ്പയ്ക്കകത്തോട്ടോ അല്ലെങ്കിൽ ഒരു ബൗളിനകത്തോട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പാത്രത്തിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ അങ്ങനെയെല്ലാം നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ എല്ലാത്തിനും മൂടിക ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലത്തെ പേപ്പർ മേടിക്കാൻ കിട്ടും. ഇതേപോലത്തെ ഫിലിം പേപ്പർ എന്നാണ് പറയുക, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ റോളായിട്ടാണ് വരിക, ഒത്തിരി പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്കങ്ങനെ മൂടി വെച്ച് ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒതുക്കി നമ്മൾ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും. ആ വലിയ പാത്രങ്ങളുടെ ബഹളമൊന്നും കാണത്തില്ല. എപ്പോഴും എന്താ പറയുക, വളരെ ഫ്രീ ആയിട്ട് സ്പേസൊക്കെ ഒത്തിരി ഉള്ള പോലെ നമുക്ക് തോന്നും. ഇനി അടുത്തൊരു ടിപ്പാണ്, നമ്മൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഒത്തിരി സാധനങ്ങൾ നിറച്ച് വെക്കാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലായിരിക്കും നമ്മൾ വെച്ച പാത്രങ്ങൾ, നമ്മൾ കറി വെച്ചിട്ടുള്ളതൊക്കെ നമ്മൾ അവിടേക്കായിരിക്കും നിരത്തി വെക്കുക. അപ്പോൾ അങ്ങനെയൊന്നും വെക്കാതെ അതെല്ലാം ഒരു ഒതുങ്ങിയ സ്ഥലത്ത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് മാറ്റി വയ്ക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ എപ്പോഴും എൻ്റെ ആ ഒരു സ്റ്റൗവിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിടും. അപ്പോൾ നമ്മൾ അടുക്കളയിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഒത്തിരി
സ്ഥലമുള്ള പോലെ അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒത്തിരി എന്താ പറയുക ഫ്രീ ആയിട്ടിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അതേസമയം ഞാനിപ്പോൾ കുക്ക് ചെയ്തിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ സ്റ്റൗവിലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിലേക്ക് വരുമ്പോഴേ തന്നെ ദേഷ്യം വരും. കാരണം വേറൊന്നുമല്ല, നമുക്കിനി ആ പാത്രങ്ങൾ കഴുകണമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും ആദ്യത്തെ ടെൻഷൻ. എൻ്റെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുക. പിന്നെ അതവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അഭംഗിയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഉടനെ തന്നെ കറികളെല്ലാം മാറ്റി വെച്ച് എൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും നീറ്റാക്കി വെക്കാൻ നോക്കാറുണ്ട്. കാരണം എന്നാലാണ് നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് ഈ ഒരു അടുക്കളയിലാണ്. അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ തന്നെ ഒരു ആസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്ഥലം എപ്പോഴും നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കും സന്തോഷമാണ്, അടുക്കളയിലോട്ട് വരാനായിട്ടും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സന്തോഷമാണ്. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വെക്കും വേണം കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്പൂണ്, ഫോർക്ക്, അല്ലെങ്കിൽ ചായക്ക് ഉണ്ടാക്കുന്ന ചായ, പഞ്ചസാര, കാപ്പി, ഇതെല്ലാം കാപ്പിപ്പൊടി, ഇതൊക്കെ വെക്കുന്ന പാത്രങ്ങൾ, ഇതൊക്കെ വേണം. എങ്കിൽ പോലും നമുക്ക് പറ്റാവുന്നത് അത്രയും കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ നോക്കാം. എന്നിട്ട് അതെല്ലാം നമുക്ക് അധികം ആരും കാണാത്ത സ്ഥലങ്ങളിൽ, ചിലപ്പോൾ അത് ഡ്രോയറിൻ്റെ താഴെ ആയിരിക്കാം അല്ലെങ്കിൽ കബേർഡിൻ്റെ ഉള്ളിലേക്ക് ആയിരിക്കാം, അങ്ങനെയൊക്കെ വെച്ച് എപ്പോഴും നമ്മൾ നീറ്റാക്കി വെക്കാൻ നോക്കുക. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എണ്ണക്കുപ്പികൾ, സോസുകൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് മേടിക്കാം. ആ ബോക്സ് മേടിച്ചിട്ട് അതിനകത്ത് നമുക്കിങ്ങനെ വെക്കാം. അത് സാധാരണ നമ്മൾ അച്ചാറൊക്കെ നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ടായിരിക്കും ഇരിക്കുക, അച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയോ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ കെച്ചപ്പ്, ടൊമാറ്റോ സോസ്, അങ്ങനത്തെ നമുക്കൊരു ബോക്സിനകത്ത് ഇതെല്ലാം ഒരുപോലെ നിറച്ച് വെച്ചിട്ട് ഒന്ന് നമ്മൾ അടുക്കി വെച്ചിട്ട് ആ ബോക്സ് മാത്രം വെളിയിലിരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് കാണാനും ഒരു ഭംഗിയുണ്ടാവും. അതേസമയം അതിങ്ങനെ നിരത്തി വെക്കുമ്പോഴാണ് നമ്മുടെ അടുക്കള അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒത്തിരി നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുക. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നോ അതൊക്കെ ഒഴിവാക്കി എപ്പോഴും മിനിമൽ ആയിട്ട് കാര്യങ്ങൾ വെക്കാൻ നോക്കുക. ഇനി അടുത്തതാണ് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനുള്ള ഒരു സ്പ്രേ. അത് നമുക്ക് വില കൂടിയ സ്പ്രേ ഒന്നും കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല എന്താ പറയുക, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്പ്രേ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഉടനെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴൊക്കെ എല്ലാ പ്രാവശ്യവും കുക്കിംഗ് കഴിയുമ്പോൾ ഒരു ചെറിയ സ്പ്രേ, വളരെ കുറച്ച് സ്പ്രേ അടിച്ച് നമ്മൾ എപ്പോഴും വൃത്തിയാക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ലൊരു സ്മെല്ലോ ആയിരിക്കും, നല്ല തിളക്കം ഉണ്ടാവും. അപ്പോൾ ആ സ്പ്രേ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഇത് മാർബിളിൻ്റെ ഒരു കൗണ്ടർ ടോപ്പാണ്. അപ്പോൾ ഇതിന് കുറച്ച് അഴുക്കൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, അത് ഒട്ടിപ്പിടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്, 1 കപ്പ് വെള്ളം, അതുപോലെ വനില എസൻസ്, പിന്നെ നമ്മൾ വാഷിംഗ് അപ്പ് ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വാഷ് ചെയ്യുന്ന എന്ത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ മാർബിളിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു നാരങ്ങ വെള്ളമോ വിനാഗിരി ഒന്നും ചേർക്കരുത്, അതൊക്കെ ഒരു ആസിഡിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് ഈ ഒരു മാർബിൾ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കല്ലാണ്. അപ്പോൾ നമ്മളിതൊക്കെ ചേർക്കുമ്പം ഈ കല്ല് ഭാവിയിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബ്ലീച്ചോ അല്ലെങ്കിൽ ആസിഡിക് ആയിട്ടുള്ളതൊന്നും ചേർക്കാൻ പാടില്ല എന്നുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ മാർബിളിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ക്ലീനിങ് സൊല്യൂഷന്. അപ്പോൾ ആദ്യം ഞാൻ ഒഴിച്ചത് 1 കപ്പോളം ഉള്ള ചെറു ചൂടുവെള്ളം തന്നെയാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള വാഷിംഗ് അപ്പ് ലിക്വിഡാണ് ചേർത്തിട്ട്, അത് എന്ത് ബ്രാൻഡാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല, ഒരു 1/2 ടീസ്പൂൺ വാഷിംഗ് ലിക്വിഡ്. പിന്നെ ചേർക്കുന്നത് വനില എസൻസ് തന്നെയാണ്, അതൊരു മണത്തിന് വേണ്ടി ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് വനില എസൻസിൻ്റെ പകരം ഞാൻ പറഞ്ഞ പോലെ എസൻഷ്യൽ ഓയിലും യൂസ് ചെയ്യാം. അത് നാട്ടിൽ അവൈലബിൾ ആണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വനില എസൻസ് ചേർക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ ഒന്ന് പതഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത പോലത്തെ ഒരു സ്പ്രേ കുപ്പി, അതിപ്പോൾ എല്ലാ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനത്തെ എംടി കുപ്പിയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു കാലിക്കുപ്പിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതും കുറച്ച് എടുക്കുന്നുള്ളൂ, കാരണം ഇതൊക്കെ ഞാൻ ബൾക്കായിട്ടാണ് ഉണ്ടാക്കി വെക്കാറ്. അപ്പം അതാണ് എനിക്ക് ലാഭമായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ ഉണ്ടാക്കിക്കോട്ടോ. അപ്പോൾ ഇതും ഞാനത് ഈ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിന്നിപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട്, നല്ലതുപോലെ കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്നൊന്നും പോകുന്ന ലക്ഷണമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി നേരമൊന്നും വെക്കുകയോ അല്ലെ അത് ഇരിക്കാൻ നിങ്ങൾ ഒത്തിരി അങ്ങനെ വെക്കേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ സ്പ്രേ അടിച്ചു, ഉടനെ തന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് ഞാനിത് അങ്ങ് തുടച്ചെടുക്കുകയാണ്. കണ്ടോ, അഴുക്കൊക്കെ നിമിഷ നേരം കൊണ്ട് പോയി. നമ്മളിത് അടിച്ച് വെച്ച് അവിടെ ഇരിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കണം. പിന്നെ മാർബിൾ എപ്പോഴും ഇതുപോലെ ഒരു റൗണ്ട് ആയിട്ട് തന്നെ തുടച്ച് എടുക്കാൻ നോക്കുക കേട്ടോ. ഒരു റൗണ്ട്, ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ റൗണ്ട് മോഷനിൽ ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ മാർബിൾ ഒരിക്കലും നമ്മൾ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് അത് കാറ്റുകൊണ്ട് ഉണങ്ങും എന്ന് ചിന്തിച്ച് ആ വെള്ളം അവിടെ വെക്കരുത്. നമ്മളത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഉണങ്ങി ഒരു തുണിയും കൂടി എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ബാക്കിയുള്ള വെള്ളം എന്തെങ്കിലും കുറച്ചെങ്കിലും വെള്ളത്തിൻ്റെ ഒരു തരി ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ തുടച്ചെടുക്കണം. അത് എയർ ഡ്രൈ എന്ന് പറയും. എയർ ഡ്രൈ ഒട്ടും പറ്റാത്ത ഒരു കൗണ്ടർ ടോപ്പാണ് മാർബിളിൻ്റെ. അപ്പോൾ അത് ചെയ്യരുത്. നമ്മളത് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ അത് നല്ലതുപോലെ തുടച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഒരു തരി വെള്ളം പോലും ഇല്ല. അതുകൊണ്ട് കാറ്റ് കൊണ്ട് ഉണങ്ങും എന്ന് ധരിച്ച് മാർബിൾ ടോപ്പിൽ അല്ലെങ്കിൽ മാർബിളിൻ്റെ കൗണ്ടർ ടോപ്പ് നിങ്ങൾ മാറ്റി വെക്കരുത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ക്ലീനിങ് സൊല്യൂഷൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഒരു സ്മെല്ലൊക്കെ ആയി തോന്നുന്നു അപ്പൊക്കെ അടിക്കുക. പിന്നെ വെനില എസൻസിന് പകരം ഞാൻ പറഞ്ഞു എസെൻഷ്യൽ ഓയിൽ. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് അല്പം 1-2 തുള്ളി നിങ്ങൾക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും ഒരു ഫ്രഷ് സ്മെല്ല് എപ്പോഴും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഈ കൊച്ചു ടിപ്പുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. കിച്ചൺ എത്ര വലിപ്പമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ കിച്ചൺ ഭംഗിയായിരിക്കുന്നതിൻ്റെ മാനദണ്ഡം. കിച്ചൺ എങ്ങനെ നമ്മൾ വൃത്തിയായി കൊണ്ടു നടക്കുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ അതെല്ലാവരും ഈ കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് കിച്ചണിൽ എപ്പോഴും വരാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കിച്ചണാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.